നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാഷ്ട്രീയ ചിന്തകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള സതീഷ് തിരുവാലത്തൂരാണ്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അഭിമാനപൂർവമായ ഒരു നേട്ടം കൈവരിച്ച സുദിനമായിരുന്നു ഇന്നലെ. കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പാണ്. അതിന് ഇന്നലെ ഫലം കണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റ് വിജയം, അതായത് മിന്നുന്നൊരു വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ കാഴ്ചവെക്കാൻ പോകുന്ന മാറ്റങ്ങൾ? അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരുന്ന ഒരു ഗവൺമെന്റ് സ്വാഭാവികമായി ഏത് ഗവൺമെന്റ് ഭരിച്ചാലും നാടിനകത്തുണ്ടാകേണ്ടുന്ന വികസനത്തിനപ്പുറത്തേക്ക് ഒരു പറയത്തക്ക ഒരു പദ്ധതിയോ അതല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനമോ ഒരു വലിയൊരു പ്രൊജക്റ്റോ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വികസന വിരുദ്ധരായ കേരളത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 50 വർഷക്കാലം പുറകോട്ടടുപ്പിച്ച ഒരു ഗവൺമെന്റിനെതിരായിക്കൊണ്ട് ജനം വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനകത്ത് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ടേക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം വികസന വിരുദ്ധരായ ഒരു ഗവൺമെന്റിനെതിരായിക്കൊണ്ട് ജനം വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിനകത്ത് അത് മാത്രമല്ല, അതിനകത്ത് UDFനെ ജനം കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനം അധികാരത്തിൽ വന്നത് പ്രത്യേക സാഹചര്യമാണ്. കാരണം ഒരു ഒരു പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ജനം ഭരിക്കുന്ന സർക്കാരിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാ തെരഞ്ഞെടുപ്പുകളും ലോകത്തെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ഭരണ തുടർച്ചയാണ് കഴിഞ്ഞ തവണ LDFന് കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിൽ ഇരുന്ന ഒരു ഗവൺമെന്റിനെതിരായിക്കൊണ്ട് ജനങ്ങളുടെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനം വോട്ടായി പ്രതിഫലിപ്പിച്ചത്. കാരണം 13 മന്ത്രിമാര് പരാജയപ്പെടുകയാണ്. മുഖ്യമന്ത്രി തന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. 7 റൗണ്ടിന് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് ലീഡ് പിടിക്കാൻ കഴിഞ്ഞത്. തുടക്കം തൊട്ട് 1ാമത്തെ റൗണ്ട് മുതൽ 7ാമത്തെ റൗണ്ട് വരെ UDFന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് അവിടെ ലീഡ് ചെയ്യാണ്. കഷ്ടിച്ച് രക്ഷപ്പെടാണ് മുഖ്യമന്ത്രി. ആ നിലയിൽ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി തന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. ആ ഭരണത്തിന് നേതൃത്വം കൊടുത്ത 13 മന്ത്രിമാർ പരാജയപ്പെടുകയാണ്. ഈ നിലയിൽ കേരളത്തിനകത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് അതിനകത്ത് UDFന്റെ ടേക്ക്. അതിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ജനം വിശ്വാസത്തിൽ UDFനെ വിശ്വാസത്തിൽ എടുത്തത് കൊണ്ടാണ് 100-ലധികം സീറ്റ്, കോൺഗ്രസിന് തനിച്ച് 63 സീറ്റ്, 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വന്നത്. ജനം ഈ ഗവൺമെന്റിനെതിരായിക്കൊണ്ട്, അത്തരത്തിലൊരു വികസന വിരുദ്ധ സർക്കാരിനെതിരായിക്കൊണ്ട് ജനം വിധിയെഴുതിയതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDFന്റെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒരു 3 മാസത്തിനകം തന്നെ സർക്കാർ നടപ്പിലാക്കും. ഈ വിജയത്തോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ, ഒരു നയതന്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ UDFന്റെ വിജയത്തെ ശക്തമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ശരിക്കും എന്തൊക്കെ തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളതും അതിൽ നിന്നൊക്കെ എന്തൊക്കെ നേട്ടങ്ങളാണ് UDFന് ഉണ്ടായിട്ടുള്ളത്? അല്ല, അതിനകത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ഈ വിജയത്തെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ VD സതീശനോ KC വേണുഗോപാലോ ഷാഫി പറമ്പിലോ K സുധാകരനോ അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു വിജയം അല്ല UDFന് കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർ നടത്തിയ പ്രവർത്തനത്തിന് വേണ്ടിയോ. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ നടത്തിയ പ്രവർത്തനം ടീം UDF എന്നുള്ള പ്രവർത്തനമാണ്. ടീം UDF എന്ന് പറഞ്ഞാൽ UDFന്റെ നേതാക്കന്മാർ മുഴുവൻ ഒരു മുന്നണി എന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി എന്നുള്ള വികാരത്തോടു കൂടിയാണ്, UDF എന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള വികാരത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDFന്റെ നേതൃത്വം മുതൽ താഴെ തട്ടിലുള്ള അവസാനത്തെ പ്രവർത്തകൻ വരെയും പ്രവർത്തിച്ചത് ടീം UDF എന്നുള്ള ഒരേ വികാരത്തോടു കൂടിയാണ്. ആ നിലയിൽ ഉറപ്പായും KC വേണുഗോപാൽ ഉൾപ്പെടെ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടു കൂടി നടത്തിയ, ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബായാലും പാണക്കാട് തങ്ങളൊക്കെ ആയാലും ഒരു മനസ്സോടു കൂടി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിനെ ജനം ഏറ്റെടുക്കുകയും ജനം വലിയ വിജയം സമ്മാനിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിച്ച UDFന്റെ കമ്മിറ്റി കൂടി ഒറ്റക്കെട്ടായാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, ഉറപ്പായും ഇവരുടെയൊക്കെ ഇടപെടലുകളും സമീപനങ്ങളും അവരുടെ നയങ്ങളും നയതന്ത്രവും അവരുടെ രാഷ്ട്രീയത്തിന്റെ അനുഭവവും ഒക്കെ ഇതിനകത്ത് ഈ വിജയത്തിന്റെ ഒരു കാരണമായിട്ടുണ്ട് എങ്കിൽ പോലും
ടീം UDF എന്നുള്ളതാണ് ഈ വിജയത്തിലേക്ക് UDF നയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേരിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വിവാദങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഫ്ലെക്സ് വിവാദം നമുക്കറിയാം. VD സതീശൻ സാറിനെതിരെ ഫ്ലെക്സ് ഉയരുന്നു. രമേശ് ചെന്നിത്തല സാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നു. VD സതീശൻ സാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ഒരു പക്ഷം പറയുന്നു, ഒരു പക്ഷം KC വേണുഗോപാൽ എന്ന പേരും പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി തർക്കമുണ്ടോ കോൺഗ്രസിനിടയിൽ? ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന തർക്കത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ അങ്ങനെ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ അങ്ങനെയൊരു തർക്കത്തിലേക്ക് ഇതുവരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ പോയിട്ടില്ല. കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 10-60 വർഷക്കാലമായി സ്വീകരിച്ചു പോരുന്ന വ്യവസ്ഥാപിതമായ ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിനകത്ത് കൃത്യസമയത്ത് കൃത്യമായ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കും. അതിന് വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ഫ്ലക്സുകളെല്ലാം പിന്നെ ഫ്ലക്സുകളൊക്കെ വെക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണോ എന്ന് പോലും അറിയില്ലല്ലോ. കോൺഗ്രസിൽ അങ്ങനെ ഒരു തർക്കമുണ്ട് എന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യത ഇപ്പൊ ആരുടെയാണ്? അത് LDF-ന്റെയാണ്. ഇങ്ങനെ ഒരു തർക്കമുണ്ട്. നോക്കൂ, ജനങ്ങൾ മിന്നുന്ന വിജയം സമ്മാനിച്ചു UDF-ന്. ജനങ്ങൾ മിന്നുന്ന വിജയം UDF-ന് സമ്മാനിച്ചപ്പോ അതിന്റെ ഇത് കെടുത്താൻ, കീർത്തി കെടുത്താൻ, ആ തിളക്കം കെടുത്താൻ LDF നടത്തുന്ന ശ്രമങ്ങളാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയരുന്ന ഫ്ലക്സ്. തെരഞ്ഞെടുപ്പിന് അവരവരുടെ സ്ഥാനാർത്ഥികൾക്ക് അടിച്ച ഫ്ലക്സിനേക്കാൾ കൂടുതലാണ് ഇപ്പോ KC വേണുഗോപാലിന് വേണ്ടി LDF പ്രവർത്തകർ അടിക്കുന്ന ഫ്ലക്സ്. സാർ, കഴിഞ്ഞ 10 വർഷം വികസന മുരടിച്ച ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വികസന മുരടിച്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമാണ് ഈ LDF-നുണ്ടായ തകർച്ചയെന്ന് പറയുന്നു. ഇനിയുള്ള 5 വർഷക്കാലം എന്തൊക്കെ മാറ്റങ്ങളാവും ടീം UDF ഈ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? അതായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ജനങ്ങളോട് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി, ആ ഇന്ദിരാ ഗ്യാരണ്ടി പൂർണ്ണമായും നടപ്പിലാക്കുന്ന രൂപത്തിലേക്ക് വരും ദിവസങ്ങളിൽ UDF-ന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ വലിയ തീരുമാനങ്ങളും വലിയ വിസ്മയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകും. കേരളത്തെ UDF-നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജനതയോട് കൂറുകാട്ടുന്ന, സ്നേഹം കാട്ടുന്ന, അവർ തന്ന സ്നേഹത്തിനുള്ള നന്ദി കാണിക്കുന്ന തീരുമാനങ്ങളും നയങ്ങളുമാകും വരും ദിവസങ്ങളിൽ UDF നടപ്പിലാക്കാൻ വേണ്ടി പോകും. സാർ, ഇടത് കോട്ടകൾ ഒന്നാകെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ ഇലക്ഷനോട് കൂടി തന്നെ. ഇടത് കോട്ടകളിൽ വിള്ളൽ വീണോന്നല്ല, ഇടത് കോട്ട തകർന്നടിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ സുപ്രധാനമായിരുന്നു ആലപ്പുഴ. G. സുധാകരൻ സാറിൻ്റെ പാർട്ടി വിട്ടുള്ള വരവ്, UDF സപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടതാണ് ആ ഒരു എന്താ പറയുന്ന ആ ഒരു സ്റ്റോം, ആ ഒരു കൊടുങ്കാറ്റ് അത് ആഞ്ഞു വീശിയത് ആലപ്പുഴയിലാണ്. ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ആലപ്പുഴയുടെ തോൽവിയാകാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവരുടെ കോട്ട കൈവിട്ട് പോയതായിരിക്കാം. ആലപ്പുഴയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീം UDF സ്വീകരിച്ച ഒരു രീതി എന്താണ് ഈ വിജയം നേടുവാനായി? കാരണം ഇടതു കോട്ടയായിരുന്നു, അതിനെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ ഒരു ഘട്ടം എത്തിയപ്പോ ഈ വിസ്മയങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതായി. UDF-ന് വിസ്മയങ്ങളുടെ കടന്നുവരവ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇനി 140 സീറ്റുകളെ ആകെയുള്ളൂ. ഒരു വിസ്മയത്തിന് ഇനിയും വരുന്ന വിസ്മയങ്ങളെ ഉൾപ്പെടുത്തണമെങ്കിൽ 200 സീറ്റിലേക്ക് പോകണമായിരുന്നു. അപ്പൊ അത്രയൊരു സീറ്റ് ഇല്ലാത്തതുകൊണ്ട് വിസ്മയം കുറച്ച് ഞങ്ങൾ നിർത്തിയതാണ്. അത്തരത്തിലുള്ളൊരു വിസ്മയങ്ങളാണ് കേരളത്തിലെമ്പാടും UDF വിജയകരമായി പരീക്ഷിച്ചു. നോക്കൂ, അമ്പലപ്പുഴ എന്നായിരിക്കും. ആലപ്പുഴയിൽ തന്നെ അമ്പലപ്പുഴയിലെ വിജയമാണ് അമ്പലപ്പുഴയിലെ വിജയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും വലിയ സുപ്രധാനമായ ഏടായിരുന്ന പുന്നപ്ര വയലാർ സമരത്തിന്റെ രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട് ഉൾപ്പെടുന്ന അമ്പലപ്പുഴ, അതുപോലെ തന്നെ കാവുമ്പായി രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള നിൽക്കുന്ന കണ്ണൂർ ഉൾപ്പെടെ, തൃക്കരിപ്പൂർ ഉൾപ്പെടെ, കണ്ണൂരിലെ പയ്യന്നൂർ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ തകർന്നു എന്ന് മാത്രമല്ല ഒരു കല്ല് പോലും ആ കോട്ടയിൽ അവശേഷിക്കാത്ത നിലയിലേക്കുള്ള വിജയമാണ് കേരളത്തിനകത്ത് UDF-ന് വേണ്ടി ജനങ്ങൾ തന്നത്. ഈ കോട്ടകളെല്ലാം പൊളിച്ചടുക്കിയ ഒരു തെരഞ്ഞെടുപ്പ്. അതിനകത്ത് UDF സ്വീകരിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി വോട്ടുകൾ, കേഡർമാരായിട്ടുള്ള പാർട്ടി കേഡർ വോട്ട് ഇത്തവണ UDF-ലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് UDF-ന്റെ ടേക്ക്. പാർട്ടി വോട്ട്, ഇടതുപക്ഷത്തിന്റെ ഉറച്ച പാർട്ടി വോട്ട്, അവരുടെ പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള വോട്ട്, ഇത് മുഴുവൻ UDF-ലേക്ക് ഒഴുകിയെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ UDF ഒരു വർഷം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ജനങ്ങളെ വോട്ട്, കോൺഗ്രസിന്റെ വോട്ടും നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടും മാത്രമല്ല CPM-ന്റെ വോട്ട് ഇത്തവണ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. VD സാർ പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവുകയാണോ ഉണ്ടായത്? അതായത് കഴിഞ്ഞ 10 വർഷക്കാലം നീണ്ട പിണറായി ഭരണം,
ആ പിണറായി ഭരിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. ഇവരെല്ലാ കാലത്തും എതിർത്തിട്ടുള്ള മൂല്യങ്ങളെ എല്ലാം ഇവർ മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വീകരിക്കാത്ത നയങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഫ്യൂഡൽ ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത്. ഫ്യൂഡലിസത്തിനെതിരായി കൊണ്ട് വലിയ സമരങ്ങൾ നടത്തിയ ഇടതുപക്ഷം തന്നെ ഒരു ഫ്യൂഡലിസ്റ്റ് ഭരണം, മാടമ്പി ഭരണം കാഴ്ചവെക്കുന്ന നിലയുണ്ടായി. അതിനകത്ത് പ്രതിപക്ഷത്തെയൊക്കെ പുച്ഛത്തോടു കൂടിയും പരിഹാസത്തോടു കൂടിയും മാത്രം സമീപിക്കുന്ന നില ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. പ്രതിപക്ഷ നേതാവിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന്റെ MLA-മാരെയും ഒക്കെ പുച്ഛിക്കുന്ന നിലയുണ്ടായി. നോക്കൂ, ഭരണത്തിന്റെ എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ, പ്രതിപക്ഷത്തിന്റെ കുന്തമുനയായ യൂത്ത് കോൺഗ്രസിന്റെ ഇല്ലാതാക്കാൻ, നോക്കൂ, നവകേരള സദസ്സിൽ ഉൾപ്പെടെ കരിങ്കോടി കാണിക്കാൻ പോയ പ്രവർത്തകരെ പോലീസിന്റെ ഗൺമാൻ ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെ ഇറങ്ങി തലതല്ലി പൊളിച്ചിട്ട് അതിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ അഹങ്കാരത്തിന് ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് ഈ തിരിച്ചടി. അതുകൊണ്ട് പാർട്ടിയെ നന്നാക്കാൻ, പാർട്ടിയെ തിരുത്താൻ, ഇടതുപക്ഷത്തെ തിരുത്താൻ പാർട്ടി വോട്ട്, CPM-ന്റെ കേഡർ വോട്ടടക്കം ഇത്തവണ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. നന്ദി സാർ.